തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആകെ ഫലം നോക്കിയാൽ നഷ്ടപ്പെട്ടത് LDFിനും BJPക്കുമാണ്. കുതിച്ചുകയറ്റമുണ്ടായത് UDFിന് മാത്രമാണ്. BJPക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നേട്ടം എന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ മുന്നിൽ എത്തിയത് അവർക്ക് പോലും വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. എന്നാൽ തിരുവനന്തപുരത്തോടൊപ്പം പിടിക്കുമെന്ന് കരുതിയിരുന്ന തൃശ്ശൂരിൽ BJP തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടത്. തൃശ്ശൂരിലെ തൃശ്ശൂർ കോർപ്പറേഷനിൽ BJP ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒരൊറ്റ സീറ്റ് പോലും നേടാൻ BJPക്ക് കഴിഞ്ഞില്ല. തൃശ്ശൂരിൽ ക്രൈസ്തവ സഭയെ കൂട്ടുപിടിച്ച് വലിയ മുന്നേറ്റമുണ്ടാക്കാം എന്നാണ് തൃശ്ശൂരിൽ BJP കരുതിയത്. അതിനുവേണ്ടി നിയോഗിച്ചത് സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭയിൽ പിടിച്ച വോട്ടുകളേക്കാൾ 2 ലക്ഷത്തോളം വോട്ടുകൾ കുറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക്. തൃശ്ശൂരിലെ കണക്കുകൾ BJPക്ക് ഒട്ടും സുരക്ഷിതമല്ല. എന്നാൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ തൃശ്ശൂർ ഒഴികെ മറ്റെല്ലായിടത്തും LDF മുന്നിലെത്തിയതും ശ്രദ്ധേയം. എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായി മാറി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വലിയൊരു മുന്നേറ്റമാണ് തൃശ്ശൂരിൽ ഉണ്ടാക്കിയത്. പക്ഷേ അന്ന് തൃശ്ശൂരിൽ BJP പിടിച്ച വോട്ടുകളേക്കാൾ 2 ലക്ഷത്തോളം വോട്ടുകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞു. സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദവും കോഫി വിത്ത് SGയുമൊക്കെ പൊട്ടിപ്പാളീസാകുന്ന കാഴ്ചയാണ് കണ്ടത്. കാസ പോലെയുള്ള തീവ്ര ക്രൈസ്തവ സംഘടനകളെ ഉപയോഗിച്ച് മുസ്ലിം വിദ്വേഷം പരത്തിയതും BJPക്ക് ഗുണം ചെയ്തില്ല. ചുരുക്കത്തിൽ ക്രൈസ്തവ സമുദായം BJPയെ പാടെ അവഗണിക്കുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ കണ്ടത്. തൃശ്ശൂരുകാർക്ക് ഒരബദ്ധം പറ്റി. അത് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതാണ്. ആ അബദ്ധം ഇനി പറ്റില്ല എന്ന് തൃശ്ശൂരുകാർ തെളിയിച്ചു കഴിഞ്ഞു. സഭയിലെ ഉന്നതർ പറയുന്നതനുസരിച്ച് കൃഷ്ണപുരം അടക്കമുള്ള ചില വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും അവിടെയൊക്കെ 8 നിലയിൽ പൊട്ടി. സഭ പറയുന്നതനുസരിച്ച് സ്ഥാനാർത്ഥി നിർത്തിയിട്ടും രക്ഷപ്പെടാത്ത അവസ്ഥ. ക്രൈസ്തവ സമുദായത്തിനിടയിൽ എന്തുകൊണ്ട് BJPക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതിന് ഛത്തീസ്ഗഡ് സംഭവം ഒരു വലിയ ഫാക്ടറായി നിൽക്കുന്നു. ഛത്തീസ്ഗഡിൽ ഒരേ സമയം കന്യാസ്ത്രീകളെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചപ്പോൾ ഒരേ സമയം വേട്ടക്കാരൻ്റെയും രക്ഷകൻ്റെയും റോളിലായിരുന്നു BJP. കേരളത്തിലെ BJP എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ ഇടപെടാതെ കന്യാസ്ത്രീകൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ക്രൈസ്തവ സമുദായത്തിന് മനസ്സിലായി യഥാർത്ഥത്തിൽ വേട്ടക്കാർ BJP ആണെന്ന്. അതുപോലെ കാസ പോലെയുള്ള തീവ്ര ക്രൈസ്തവ സംഘടനകളെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് കുറച്ചു കാലമായി RSS സംഘപരിവാറും BJPയും കൈക്കൊള്ളുന്നത്. എന്നാൽ കാസ പോലെയുള്ള സംഘടനകളെ ക്രൈസ്തവ സമുദായം 7 അകലത്ത് നിർത്തുന്നില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. മാത്രമല്ല, പൂഞ്ഞാറിൽ ക്രൈസ്തവ സമുദായത്തെ കൂടെ കൂട്ടാനുള്ള ശ്രമം പൂഞ്ഞാറിൽ തകരുന്നതും കണ്ടു. PC ജോർജിന് സ്വാധീനമുള്ള 2-3 പഞ്ചായത്തുകളിൽ നേട്ടമുണ്ടാക്കി എന്നല്ലാതെ PC ജോർജിൻ്റെ വരവും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. എന്തായാലും പാർലമെൻറ്റിൽ നഷ്ടപ്പെട്ട വോട്ട് UDFന് തിരികെ എത്തി എന്നാണ് തൃശ്ശൂരിൻ്റെ ഫലം സൂചിപ്പിക്കുന്നത്. പാർലമെൻറ്റിൽ നഷ്ടപ്പെട്ട വോട്ട് 1.5 വർഷത്തിന് ശേഷം UDFന് തിരികെ കിട്ടിയിരിക്കുന്നു. അതേസമയം BJPക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് മാത്രമാണ് വോട്ടിൽ നിന്ന് 1000-2000 വോട്ട് കൂടുതൽ മാത്രമാണ് തിരിച്ചു പിടിക്കാൻ സാധിച്ചത്. ചുരുക്കത്തിൽ സംസ്ഥാനമൊട്ടാകെ UDF തരംഗം ഉണ്ടായപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമാണ് BJP മുഖം രക്ഷിച്ചത്. K. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ തൃശ്ശൂരിൽ ഇതിലപ്പുറം നേട്ടം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് മാത്രമേ ശ്രദ്ധിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നൊരു ന്യൂനത നിലനിൽക്കുന്നു. മാത്രമല്ല, തൃശ്ശൂരിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ ചേർന്ന യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സുരേഷ് ഗോപിയെ നിശിതമായി വിമർശിച്ചതും ശ്രദ്ധേയമാണ്. MP ആയ ശേഷം സുരേഷ് ഗോപി തൊട്ടതെല്ലാം വിവാദമാക്കുകയാണ് ചെയ്തത്. കലുങ്ക് സംവാദം ഏശിയില്ല. കോഫി വിത്ത് SG ചൂടാറിപ്പോയി.
എന്തായാലും തൃശ്ശൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെങ്കിലും മുഖം രക്ഷിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് BJP. സുരേഷ് ഗോപി എന്ന വിഗ്രഹം തച്ചുടയ്ക്കപ്പെട്ടത് അല്ലെങ്കിൽ തകർന്നു വീണത് BJPക്ക് വലിയ ആഘാതം തന്നെയാണ്.